തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു അവതാരവുമായി ബന്ധമില്ലെന്ന പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിക്ക് അഭേദ്യമായ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമം. ശില്പത്തിൽ സ്വർണ്ണമുണ്ടായിരുന്നതായി ഉറപ്പാണെന്നും പി.എസ്. പ്രശാന്ത് പറഞ്ഞു. ചില മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഭേദ്യമായ ബന്ധമുണ്ടോ എന്ന് വരുത്താനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മാത്രമല്ല ഒരു അവതാരങ്ങളുമായും ഈ ബോർഡിന് ഒരു ബന്ധവുമില്ല. ദേവസ്വം ബോർഡിന്റെ രക്തത്തിനും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ രക്തത്തിനും വേണ്ടി ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, ഒരു വിവാദത്തിലേക്ക് ഞാനില്ല. പക്ഷേ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ സമിതിക്ക് മുന്നിൽ, ഈ പുതിയ അന്വേഷണ സമിതിക്ക് ഞങ്ങളിൽ റെക്കോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിക്ക് ബന്ധമില്ല എന്ന ദേവസ്വം പ്രസിഡന്റിന്റെ വാദത്തിൽ വസ്തുതയുണ്ടോ? ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി ഇളക്കാൻ 2024 മുതൽ തന്നെ ശ്രമം നടന്നിരുന്നുവെന്നും വ്യക്തമായി. അതിനായി എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഇടപെട്ടതിന്റെ തെളിവുകളും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. പാളികൾ, അറ്റകുറ്റപ്പണികളും സ്വർണം പൂശലും നടത്താമെന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ പത്രവും പുറത്തുവന്നു. ഈ രേഖയിലും ചെമ്പ് പാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേർന്നുണ്ട്. അനന്തൻ, നമുക്ക് എല്ലാവർക്കും വ്യക്തമാകുന്നുണ്ട് അത് സ്വർണം തന്നെയാണെന്ന്. പിന്നെ ഇവർക്ക്, ചില ആളുകൾക്ക് മാത്രം എങ്ങനെയാണ് ഈ തനിത്തങ്കം ചെമ്പായി മാത്രം കാണാൻ കഴിയുന്നത്? അനന്തൻ. ജയലക്ഷ്മി, ആദ്യം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറയുന്നത് ഈ ബോർഡിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ബോർഡിലെ ഇപ്പോഴത്തെ അംഗം എ അജികുമാറുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്നതിന്റെ തെളിവ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ്. അജികുമാറിന്റെ സ്വന്തം നാട്ടിൽ അവിടെ നിർധനർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി അജികുമാറും കൈകോർത്തു എന്ന് ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല, അജികുമാറിന്റെ തൊട്ടടുത്ത വീടിനോട് ചേർന്ന ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക ഒരു ആദരവ് നൽകുന്ന ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് അജികുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവാണ്. പിന്നെ എങ്ങനെയാണ് പി.എസ്. പ്രശാന്തിനെ ഈ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ബോർഡ് ഭരണസമിതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമില്ല എന്ന് പറയാൻ കഴിയുന്നെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, 2024 മുതൽ സ്മാർട്ട് ക്രിയേഷൻസും ദേവസ്വം ബോർഡും നടത്തുന്ന കത്തിടപാടുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരുണ്ട് എന്നുള്ളതും ഇവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തമ്മിൽ പരിചയമുണ്ട് എന്നതിന് തെളിവാണ്. ഇനി ഈ കത്തിലേക്ക് വരാം. ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് കൊടുക്കുന്ന കത്ത് കഴിഞ്ഞ സമയങ്ങളിൽ പുറത്തുവിട്ടത് 2024 ഒക്ടോബർ 16 ഡേറ്റ് വെച്ച് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ദേവസ്വം ബോർഡ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന് അയച്ച കത്താണ്. ആ കത്തിൽ പറയുന്നത്, ഈ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ കവചം അത് മെയിൻ്റനൻസ് ചെയ്യാനും സ്വർണം പൂശാനും ഞങ്ങൾ തയ്യാറാണ്. അതിന് 3-4 ദിവസം എടുക്കും. ഈ കവചങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കാം എന്നുള്ള ഒരു സമ്മതപത്രമാണ്. അതിൽ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, 2019 ഇതേ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശിക്കൊണ്ട് വെച്ചിരിക്കുന്ന കവചം മെയിൻ്റനൻസ് നടത്തുന്ന കാര്യമാണ് ഇവർ ഈ കത്തിടപാടിലൂടെ മുരാരി ബാബുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ വീണ്ടും ചെമ്പ് പാളികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2019 സ്വർണം പൂശിയെന്ന് സമ്മതിക്കുന്ന അതേ സ്മാർട്ട് ക്രിയേഷൻസ് വീണ്ടും ഇത് ചെമ്പുപാളി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ ശരിക്കും പറയേണ്ടിയിരുന്നത് സ്വർണം പൂശിയ ചെമ്പുപാളി എന്നാണ്. അത് പറയാതെ വെറും ചെമ്പെന്ന് പറയുമ്പോൾ അതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഈ 2025 ഈ ചെമ്പുപാളികൾ അല്ലെങ്കിൽ ഈ കവചങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ നടപടികൾ 2024 തന്നെ തുടങ്ങിയെന്ന് വേണം ഈ കത്തിൽ അനുമാനിക്കാൻ. അതല്ലെങ്കിൽ 2024 കത്തിടപാട് നടത്തുമ്പോൾ എന്തോ ഒരു തടസ്സം അതിന് അന്ന് നേരിട്ടു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ സമ്മതപത്രത്തിൽ ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുക്കാം എന്ന് സ്വന്തം കൈപ്പടയിൽ ഉത്തരവിട്ട് വെച്ചിരിക്കുന്നത് മുരാരി ബാബുവാണ്, എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ 2024 ഒക്ടോബറിൽ തന്നെ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. തീർച്ചയായും അനന്തൻ, എന്തായാലും പലതരത്തിലുള്ള കള്ളക്കളികൾ ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ദേവസ്വം ബോർഡ് അംഗം എ അജികുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പിന്നീടാണ് ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെ ഒരു അവതാരത്തെ പറ്റി അറിയില്ല എന്നൊക്കെ. ഇതൊക്കെ ആരോടാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഓരോ ദിവസവും ഓരോ തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒടുവിൽ കള്ളൻ വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും എന്നതും ഉറപ്പാണ്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.